നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. റമദാൻ മാസത്തിൽ യുഎഇയിലെ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം പ്രഖ്യാപിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പ്രവൃത്തി സമയം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ. ഷാർജയിൽ വെള്ളി ഉൾപ്പെടെ 3 ദിവസമാണ് വാരാന്ത്യാവധി. കുവൈറ്റിൽ മാനവ വിഭവശേഷി സമിതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളുടെ ഫയലുകൾ മരവിപ്പിക്കപ്പെട്ടതാണെങ്കിൽ മറ്റൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നതിന് വിലക്ക്. നിയമഭേദഗതി ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഫയൽ മരവിപ്പിച്ച സ്ഥാപനങ്ങൾ നിയമപരമായി ശരിയാക്കുന്നതുവരെ വിലക്ക് തുടരുമെന്നും അധികൃതർ. കുവൈറ്റിൽ പുരുഷന്മാരായ പ്രവാസികൾക്ക് വേണ്ടി നിർമ്മിച്ച അഭയകേന്ദ്രം ഹവല്ലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അഭയകേന്ദ്രം കാരുണ്യ പ്രവർത്തനങ്ങളുടെയും അശരണരോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും ഭാഗമായി. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. കുടിൽക്കെട്ടിയും കഞ്ഞിവെച്ചും പ്രതിഷേധം. പ്രതിഷേധക്കാരെ ബെയിലി പാലത്തിന് സമീപം തടഞ്ഞതോടെ പോലീസുമായി തർക്കം. പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടികയിൽ 81 കുടുംബങ്ങൾ. പരസ്യ നിലപാടുമായി വീണ്ടും ശശി തരൂർ. കോൺഗ്രസിൽ നേതൃപ്രതിസന്ധിയെന്നും പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും തരൂർ. അതിരുവിടരുതെന്ന് കെ സുധാകരന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ ഇപ്പോൾ ചില രാജദാസന്മാർ ഇറങ്ങിയിരിക്കുന്നുവെന്ന് തരൂരിനെ പരിഹസിച്ച് കെ.സി. വേണുഗോപാൽ. വിശദമായി നോക്കാം. റമദാൻ മാസത്തിൽ യുഎഇയിലെ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം പ്രഖ്യാപിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുമാണ് പ്രവൃത്തി സമയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാർജയിൽ വെള്ളി ഉൾപ്പെടെ 3 ദിവസമാണ് വാരാന്ത്യ അവധി. 70% ജീവനക്കാരെ വരെ വെള്ളിയാഴ്ചകളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും അനുവദിക്കും. ഹിജ്റ കലണ്ടർ അനുസരിച്ച് ശനിയാഴ്ച റമദാൻ മാസം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റിൽ റമദാൻ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 28 വെള്ളിയാഴ്ച വൈകുന്നേരം മാസപ്പിറവി ദർശന അവലോകന സമിതി യോഗം ചേരും. മുബാറക് അബ്ദുള്ള അൽ ജാബർ പ്രദേശത്തെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ കാര്യാലയത്തിലായിരിക്കും യോഗം ചേരുക. നീതിന്യായ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ റമദാൻ മാസപ്പിറവി കണ്ടാൽ 25376934 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് രാജ്യത്തെ എല്ലാ പൗരന്മാരോടും താമസക്കാരോടും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ റമദാൻ വ്രതാരംഭം മാർച്ച് 1 ശനിയാഴ്ച മുതൽ ആയിരിക്കുമെന്ന് ഗോളശാസ്ത്ര പ്രവചനങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മാസപ്പിറവി ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തീരുമാനം പ്രഖ്യാപിക്കുക. കുവൈറ്റിൽ മാനവ വിഭവശേഷി സമിതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ഫയലുകൾ മരവിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ ഉടമയ്ക്കോ അല്ലെങ്കിൽ ഡയറക്ടർക്കോ ലൈസൻസിക്കോ മറ്റൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നതിനും വിലക്ക്. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മാനവ വിഭവശേഷി സമിതി ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി നടത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും കമ്പനികളുടെ പഴയ ഫയലുകൾ മരവിപ്പിച്ചതായി തെളിയിക്കപ്പെട്ടാൽ ഈ ഫയലുകളുടെ നിയമപരമായ പദവി ഭേദഗതി ചെയ്യുന്നതുവരെ ഉടമ, ലൈസൻസി, ഡയറക്ടർ എന്നിവരുടെ പേരിൽ മറ്റൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കില്ല. ഫയലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അസാധുവായ 1 അതിലധികമോ ലൈസൻസുകളുടെ സാന്നിധ്യം, മരവിപ്പിച്ച ഫയലിൽ രജിസ്റ്റർ ചെയ്ത 1 അതിലധികമോ ലൈസൻസുകളുടെ സാന്നിധ്യം, ആവശ്യമായ തൊഴിലാളികളുടെ എണ്ണം അപ്ഡേറ്റ് ചെയ്യാതിരിക്കൽ മുതലായ കാരണങ്ങളാൽ ഫയൽ മരവിപ്പിച്ച സ്ഥാപനങ്ങൾ നിയമപരമായി ശരിയാക്കുന്നതുവരെ വിലക്ക് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ പുരുഷന്മാരായ പ്രവാസികൾക്ക് വേണ്ടി നിർമ്മിച്ച അഭയകേന്ദ്രം ഹവല്ലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ രക്ഷാകർതൃത്വത്തിൽ നിർമ്മിച്ച അഭയകേന്ദ്രം മാനവ വിഭവശേഷി പൊതുസമിതി ആക്ടിംഗ് ഡയറക്ടർ മർസൂഖ് അൽ ഒദൈബിയുടെയും രാജ്യത്തെ ചില നയതന്ത്ര പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 10,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഈ അഭയകേന്ദ്രം കുവൈറ്റിന്റെ സവിശേഷമായ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും അശരണരോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും
മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മാനുഷികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ അടിസ്ഥാന സ്തംഭമായി നിലകൊള്ളുന്ന സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമ ഫലമാണ് ഈ കേന്ദ്രം യാഥാർത്ഥ്യമായത്. സാമൂഹിക ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും ആവശ്യമുള്ള എല്ലാവർക്കും സഹായഹസ്തം നീട്ടുന്നതിലും തൊഴിലാളികളുടെ സംരക്ഷണത്തിനും സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും ഈ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായ പങ്ക് വഹിക്കുന്നതായും അധികൃതർ അറിയിച്ചു. UAEയുടെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് സംഘടിപ്പിച്ച വാക്കത്തോണിൽ 23,000-ലേറെ പേർ പങ്കാളികളായി. സിനിമാ താരം ആസിഫ് അലി വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 കിലോമീറ്റർ നീണ്ടതായിരുന്നു വാക്കത്തോൺ. അറബ് നടൻ അഹമ്മദ് സെയ്ഫ്, ഫിലിപ്പിനോ സെലിബ്രിറ്റി OMG മാർക്ക്, ഫുട്ബോൾ താരം അബ്ദുൽ ഫത്ത ബർസാമ എന്നിവരെ വാക്കത്തോണിന്റെ ഭാഗമായി. നിരവധി സമൂഹ മാധ്യമ താരങ്ങളും കായിക താരങ്ങളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ ലുലു വാക്കത്തോണിൽ പങ്കെടുത്തു. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ സലീം MA ഉൾപ്പെടെയുള്ള ലുലു മാനേജ്മെന്റ് അംഗങ്ങളും വാക്കത്തോണിന്റെ ഭാഗമായി. കുവൈറ്റിലെ പ്രമുഖ ആരോഗ്യ ശൃംഖലയായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് സാൽമിയ സൂപ്പർ മെട്രോ മെഡിക്കൽ സെന്ററിൽ അതിനൂതന 3D AI മാമോഗ്രാം സ്ക്രീനിംഗ് ആരംഭിച്ചു. കുവൈറ്റിൽ ആദ്യമായാണ് സ്വകാര്യ ആരോഗ്യ മേഖലയിൽ പരിശോധനാ സംവിധാനം നടപ്പിലാക്കുന്നത്. നൂതന AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ഈ സേവനം കുറഞ്ഞ വേദനയും കുറഞ്ഞ നടപടിക്രമ സമയവും 3D ഇമേജിംഗ് വാഗ്ദാനവും ചെയ്യുന്നു. 3.5 സെക്കൻഡ് മാത്രമാണ് ഒരു ഇമേജ് പൂർത്തിയാവാൻ ആവശ്യമുള്ളത്. കുവൈറ്റിലെ സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ മാമോഗ്രാം പരിശോധന ലഭ്യമാക്കി നേരത്തെയുള്ള ക്യാൻസർ നിർണയം പോലുള്ള സേവനം അശരണർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം സേവനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും CEO മുസ്തഫ ഹംസ പറഞ്ഞു. ഗൈനോക്കോളജി പരിശോധന, ബ്രസ്റ്റ് അൾട്രാസൗണ്ട്, മാമോഗ്രാം തുടങ്ങിയ 3 സേവനങ്ങൾക്കുമായി വെറും 50 കുവൈറ്റ് ദിനാറിന്റെ പാക്കേജാണ് മെട്രോ നടപ്പിലാക്കുന്നത്. മാത്രമല്ല AI 3D മാമോഗ്രാം പരിശോധനയ്ക്ക് 30% ഡിസ്കൗണ്ടുമുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ശശി തരൂരിന്റെ ലേഖനം വീണ്ടും ദേശീയ ദിനപത്രത്തിൽ. പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയതലത്തിലും സംസ്ഥാനത്തും കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നാണ് തരൂരിന്റെ വിമർശനം. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ മറുവഴികളുണ്ടെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമുണ്ടെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പരാമർശിക്കുന്നു. ലേഖന വിവാദത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നാലെയാണ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള തരൂരിന്റെ ലേഖനം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഇനി അധികാരത്തിലെത്താനാവില്ലെന്നതിന്റെ തെളിവാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളെന്നാണ് ലേഖനത്തിലെ വിമർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ലഭിച്ച വോട്ട് വിഹിതം 19%. ഇത് 26 മുതൽ 27% വരെ അധികം ഉയർത്തിയാൽ മാത്രമേ അധികാരത്തിലെത്താൻ കഴിയൂ എന്നതാണ് തരൂർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമുണ്ടെന്നും UDFിലെ ഘടകകക്ഷി നേതാക്കൾ തന്നെ തന്നോട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് തരൂരിന്റെ മറ്റൊരു വിമർശനം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ താൻ വിജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരുടെ വോട്ടുകൾ കൂടി നേടിയിട്ടാണ്. തനിക്ക് ലഭിച്ചത് നിലപാടുകളോടുള്ള സ്വീകാര്യത കൊണ്ടാണെന്നും ലേഖനത്തിൽ പരാമർശിക്കുന്നു. പരമ്പരാഗത വോട്ട് വിഹിതത്തിനപ്പുറം തന്റെ വിജയ മാതൃക മറ്റിടങ്ങളിലും പരീക്ഷിച്ചാൽ മാത്രമേ 2026-ൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂവെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കുന്നുണ്ട്. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് അമേരിക്കയിൽ സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്ന താൻ 2009-ൽ കോൺഗ്രസിന്റെ ഭാഗമായത്. തന്റെ സേവനം പാർട്ടി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിന് മറ്റു വഴികളുണ്ടെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 100 പേരടങ്ങുന്ന പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനമുണ്ടെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രവർത്തക സമിതിക്ക് കഴിയാറില്ലെന്നും വിവാദ ലേഖനത്തിൽ ശശി തരൂർ തുറന്നടിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും തരൂർ ക്യാമ്പ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാധ്യമങ്ങളിലൂടെയുള്ള ശശി തരൂരിന്റെ പ്രതികരണം ശരിയായില്ലെന്ന് കെ സുധാകരൻ MP. എന്നും അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുള്ള ആളാണ് താൻ. തരൂർ CPMൽ പോകുമെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന് ഇനിയും തിരുത്താനുള്ള അവസരമുണ്ട്. തന്നേക്കാൾ ഉയർന്ന നിലയിലുള്ള വ്യക്തിയാണ് തരൂർ. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാൻ ആളില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിനകത്ത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി. ആ പ്രൊവോക്കേഷൻ ഒരു വലിയ ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തിക്കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ
ശശി തരൂരിനെതിരെ ഒളിയമ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ ഇപ്പോൾ ചില രാജദാസന്മാർ ഇറങ്ങിയിരിക്കുന്നു എന്നും രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ രാജാവിനെ തൃപ്തിപ്പെടുത്താനുള്ള തന്ത്രമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. 3.0 പറ്റിയാണ് ഇവരുടെ സംസാരം. എന്തിന്റെ പേരിലാണ് കേരളത്തിൽ 3.0 വരുന്നത്? അരിയാഹാരം കഴിക്കുന്ന കേരളീയർ ഇത് വിശ്വസിക്കുമോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. രണ്ടാമത്തെ ദുരന്തം സഹിക്കാൻ വയ്യാതായെന്നും മൂന്നാം പിണറായി സർക്കാർ വരുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടി അണികൾ പോലും താല്പര്യപ്പെടുന്നില്ല എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ഇപ്പോൾ കേരളത്തിൽ 3.0 കുറിച്ച് സംസാരിക്കുക. ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർ രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പാട്ടുപാടും, അവർ ഗീതങ്ങൾ ഉന്നയിക്കും. ആ രാജഭക്തിക്ക് വേണ്ടി, രാജഭക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അത്തരം രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ 3.0 എന്ന് പറഞ്ഞിട്ട്. എന്തിന്റെ പേരിലായി 3.0 വരാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദുരന്ത മേഖലയിൽ കുടിൽ കെട്ടി ദുരിതബാധിതരുടെ പ്രതിഷേധം. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നാളെ ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനകീയ ആക്ഷൻ കമ്മിറ്റിയും കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട ഗുണഭോക്തൃ പട്ടിക പുറത്തിറക്കി. 81 കുടുംബങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 242 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയ ആദ്യഘട്ട പട്ടിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. പുനരധിവാസത്തിൽ സർക്കാർ അലംഭാവം ചൂണ്ടിക്കാട്ടിയാണ് ദുരന്തഭൂമിയിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ദുരന്തബാധിതർ കുടിലുകൾ കെട്ടി പ്രതിഷേധിക്കാനെത്തിയത്. എന്നാൽ ദുരന്തഭൂമിയിലെ പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകിയില്ല. പ്രവേശനം നിഷേധിച്ചതോടെ പോലീസും ദുരന്തബാധിതരും തർക്കമുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധമുയർത്തി. തുടർന്ന് പ്രതീകാത്മകമായി ബെയിലി പാലത്തിന് സമീപം കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ഒഴിവാക്കപ്പെട്ട 31 കുടുംബങ്ങളെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടറെ സമീപിക്കാനും തീരുമാനിച്ചാണ് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചത്. പൊട്ടി രണ്ടാമത്തെ പൊട്ട് വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടാണ്. ആദ്യം ഞങ്ങൾ പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല, എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആരും പോയിട്ടില്ല, പക്ഷേ എൻ്റെ കുടുംബത്തിൽ 17 പേര് പോയി. ഈ സ്കൂൾ റോഡിലായിരുന്നു വീട്. ഈ റോഡ് പോയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അവിടെ പോയി കഴിഞ്ഞിട്ട് കുടുംബങ്ങൾ, അളിയൻ്റെ കുടുംബം, 2 അളിയന്മാരുടെ കുടുംബം ഒന്നായിട്ട് പോയി, ആരുമില്ല. അതുപോലെ അനിയൻ്റെ കുടുംബം എല്ലാവരും, ആരും ബാക്കിയില്ല. പിന്നെ അവരുടെ വീടൊന്നും എന്തായാലും ഇനിയിപ്പോൾ അവർക്ക് ആവശ്യമില്ല. പക്ഷേ അനിയൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിയൻ്റെ വീടല്ലായിരുന്നു, അത് തറവാടാണ് ഞങ്ങളെ. ആ തറവാടിന് ഞങ്ങൾക്ക് വീട് ഇല്ലാത്തൊരു പെങ്ങളുണ്ട്, അവരുടെ പേർക്കാണ് ആ വീട് ചെയ്യേണ്ടത്. അതേസമയം പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് രണ്ടാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദുരന്ത മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. വാർഡ് 10-ൽ 42, 11-ൽ 29, 12-ൽ 10 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി. നാളെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയും കളക്ടറേറ്റിന് മുമ്പിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. പുനരധിവാസം വൈകുന്നതിനൊപ്പം 5 സെന്റ് ഭൂമി മാത്രം നൽകുന്നതിലും കേന്ദ്ര സർക്കാർ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതർക്ക് പ്രതിഷേധമുണ്ട്. കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്. മുണ്ടക്കൈ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ പൊലിഞ്ഞ ചൂരൽമല സ്വദേശി ശരത് ഒരു നോവായി നമ്മുടെ ഇടനെഞ്ചിലുണ്ട്. കുടുംബത്തിന്റെ പ്രതീക്ഷയായ മകൻ നഷ്ടമായ വേദനയിലാണ് ഇന്നും ശരത്തിന്റെ പിതാവ് മുരുകനും മാതാവ് സുഭലക്ഷ്മിയും. സർവ്വതും നഷ്ടമായി ഇവർ രണ്ടാം ഘട്ട ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ മകനെ ഓർത്തെങ്കിലും സർക്കാർ കനിയണമെന്നാണ് മുരുകനും സുഭലക്ഷ്മിയും പറയുന്നത്. ചൂരൽമലയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമെന്നത് മലയാളികളായ നമ്മുടെ മനസ്സിൽ ഒരു നോവാണ്, നൊമ്പരമാണ്. ഈ ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോൾ
ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തികഞ്ഞ അനാസ്ഥയുണ്ടെന്നാണ് പ്രധാനമായും ഇവിടുത്തെ ഗുണഭോക്താക്കൾ, അതായത് ദുരന്തബാധിതർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഈ ദുരന്തമുണ്ടായി നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ഈ മേഖലയിലെത്തി രക്ഷാപ്രവർത്തനം നടത്തിയ ശരത് എന്ന ജീപ്പ് ഡ്രൈവറുടെ മരണം പിന്നീട് നമ്മളെ ഏറെ വേദന ഉളവാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അതായത് മാതാവും പിതാവും നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ശരത്തിൻ്റെ പേര് വരെ ഇപ്പോൾ, അതായത് ഇവരുടെ കുടുംബത്തിന് ഇപ്പോൾ ഗുണഭോക്ത പട്ടികയിൽ പേരില്ല. ഇത്തരത്തിൽ സങ്കടകരമായ അവസ്ഥയിൽ കഴിയുന്ന ഇവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഇത്തരത്തിൽ വലിയ ദാരുണമായ സംഭവം കഴിഞ്ഞു, മകൻ നഷ്ടപ്പെട്ടു, അതിനുശേഷം ഗുണഭോക്ത പട്ടികയും പുറത്തു വന്നു. അത്തരത്തിൽ ഗുണഭോക്ത പട്ടിക പുറത്തു വന്നു, അതിലും പേരില്ലാത്തൊരവസ്ഥയാണ്. അതെല്ലാം പേര് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്താണ് അതിനെ നടപടിക്ക് എന്താണ്, നമ്മൾ ആരെ കൊണ്ട് ചോദിക്കണം, ആരെ കൊണ്ട് പറയണം, എന്നിട്ട് എനിക്ക് ഒരു പുറത്തല്ലാതെ തന്നെ വലിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അത് അവർ ആലോചിച്ചിട്ട് അത് ചെയ്തേ എനിക്ക് മതിയാവും. എൻ്റെ മകൻ പോണ സ്ഥിതിക്ക് നിങ്ങളൊന്നും ജീവിക്കാനുള്ള ഇല്ല. ഇവിടെ എന്ത് ചെയ്യണം, എനിക്ക് ഒന്ന് പുറത്തല്ലാതെ നിങ്ങളാണ് ഊതി നടക്കുക. എൻ്റെ മോനാണ് നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ. അപ്പം അവൻ തന്നെ ഞങ്ങളെ കൈവിട്ട് പോയി. ഇനിയിപ്പം ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടിയാൽ തന്നെ ഞങ്ങളെ ജീവിതം ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക? എനിക്കൊരു വരുമാനം എത്ര കിട്ടി, എത്ര മുതൽ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ മകൻ പോയത് തന്നെ സ്വത്ത്. ആ സ്വത്ത് പോയ ശേഷം എനിക്ക് എന്ത് വരുമാനം കിട്ടിയിട്ട് എന്ത് മുതൽ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതോ ഒരു വീട് വയ്ക്കാനുള്ള ഏതാതൊരു ഒരു സംവിധാനം ചെയ്തേ പറ്റൂ. ഞങ്ങൾ ഏത് നേരം നോക്കിയാലും എൻ്റെ മോനെ ആലോചിച്ച് കരഞ്ഞ് ഞങ്ങൾ കണ്ണീര് വിട്ട് നടക്കുകയാണ് അച്ഛനമ്മ. അതുകൊണ്ട് ദൈവപരമായ മേലെ ഒരാളുണ്ട്, അവരെന്ത് കണ്ണ് തുറക്കോ, ഇല്ലെങ്കിൽ ഗവൺമെൻറ് കണ്ണ് തുറക്കോ, ഞങ്ങൾക്കൊരു പുറത്തല്ലാതെ. തീർച്ചയായും ഇത്തരത്തിൽ സങ്കടകരമായ അവസ്ഥയാണ്. കാരണം സ്വന്തം ജീവൻ മറന്നാണ് നിരവധി പേരെ ശരത്ത് ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത്. പിന്നീട് ശരത്ത് ഇത്തരത്തിൽ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവുമാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. അവരുടെ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഏക വീടുണ്ടായത് എസ്റ്റേറ്റ് ലൈനിലായിരുന്നു താമസിക്കുന്നത്, അത് നഷ്ടപ്പെട്ടു. പിന്നീട് ഈ ഗുണഭോക്ത പട്ടികയിലും പേര് വന്നില്ല, രണ്ടാം ഘട്ട പട്ടികയിലും പേര് ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു. എല്ലാം നഷ്ടപ്പെട്ട ഇവരുടെ സങ്കടമാണ് ഇനി സർക്കാർ കേൾക്കേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അവർക്കൊരു വീട് നൽകാനുള്ള അടിയന്തരമായ ഇടപെടലാണ് ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്. സൗദി അറേബ്യയിൽ ടൂറിസം ട്രാവൽ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അക്ബർ ട്രാവൽസ് ആൻഡ് ടൂറിസം കമ്പനി ജിദ്ദ ഷർഫയിലാണ് പുതിയ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ജിദ്ദ സർഫിയ കിങ് ഖാലിദ് സ്ട്രീറ്റിലെ കിക്ക് പേ ബാങ്കിന് സമീപം അക്ബർ ട്രാവൽസ് ആൻഡ് ടൂറിസം കമ്പനിയുടെ പുതിയ ശാഖ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻഷൂരി ഉദ്ഘാടനം നിർവഹിച്ചു. കോൺസുൽ മുഹമ്മദ് ഹാഷിം, വിവിധ എയർലൈനുകളുടെ മേധാവികളും ജിദ്ദയിലെ മതരാഷ്ട്രീയ, സാമൂഹിക, മീഡിയ രംഗത്തുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സർഫിയയിലെ നിലവിലുള്ള ശാഖയിലെ എല്ലാ സേവനങ്ങളും ഇനി മുതൽ പുതിയ ബ്രാഞ്ചിലായിരിക്കും ലഭ്യമാവുക എന്ന് ട്രാവൽസ് ജിദ്ദ മാനേജർ മുഹമ്മദ് സയ്യിദ് പറഞ്ഞു. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ സൗദി അറേബ്യയിലെ 20ാമത് ശാഖയാണ് ഇന്ന് ജിദ്ദ ഷർഫിയയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷർഫിയയിലെ പ്രത്യേക സാഹചര്യത്തിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഓഫീസ് പരിസരത്ത് ലഭ്യമാണ്. ഇന്ത്യയിലെ 1ാം ട്രാവൽ ഏജൻസി അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പാണ് ട്രാവൽസ് ടൂറിസം കമ്പനിയുടെ മാതൃസ്ഥാപനം. അക്ബർ ട്രാവൽസ് ആൻഡ് ടൂറിസം കമ്പനി ട്രാവൽസ് എന്നതിനപ്പുറം വിവിധ തരത്തിലുള്ള സർവീസുകളിൽ ഫോക്കസ് ചെയ്യുന്നതായി മുഹമ്മദ് സയ്യിദ് വ്യക്തമാക്കി. ഹോട്ടൽ പാക്കേജുകൾ, ടൂർ പാക്കേജുകൾ, വിസ സേവനങ്ങൾ, ട്രാവൽ ഇൻഷുറൻസ്, ചികിത്സാ പാക്കേജുകൾ, വിദേശ പഠനത്തിനുള്ള കൺസൾട്ടൻസി തുടങ്ങിയ ട്രാവൽ സംബന്ധമായ എല്ലാ സേവനങ്ങളും അക്ബർ ട്രാവൽസിന്റെ ശാഖകൾ വഴി ഇപ്പോൾ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് മാനേജർ ഷാഹിദ് ഖാൻ, ജനറൽ മാനേജർ അഷർ ഖുറേശി, മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. പ്രപഞ്ചവുമായി ജീവരാശികൾക്കുള്ള അഭേദ്യമായ ബന്ധം കണ്ടെത്തണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കോയമ്പത്തൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. കോയമ്പത്തൂർ നല്ലമ്പാളയം ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2ാം ദിവസവും ഭക്തി നിർഭരമായാണ് അമ്മയെ വരവേറ്റത്. കൗണ്ടമ്പാളയം MLA PRG അരുൺകുമാർ, കോയമ്പത്തൂർ നോർത്ത് MLA അമ്മൻ കെ അർജുനൻ, മുൻ മന്ത്രി വേലുമണി, മുൻ MP മരുതരാജ, ഇൻകം ടാക്സ് കമ്മീഷണർ ഡോക്ടർ സെന്തിൽ കുമാർ, ടാക്സ് ഓഫീസർ ശ്രീനിവാസൻ,
ഊട്ടി ബെടുക സംഘം പ്രതിനിധി വിജയക്ക, അമൃത വിദ്യാലയം മുൻ ഡയറക്ടർ സുന്ദരി വെങ്കട്ടരാമൻ എന്നിവർ ചേർന്ന് അമ്മയെ സ്വീകരിച്ചു. ജീവിതം അനന്തമാണെന്നും മനസ്സിനെത്തിപ്പെടാൻ കഴിയാത്ത ആ അനന്തതയാണ് ജീവിത യാഥാർത്ഥ്യമെന്നും അതുമായി ശ്രുതി ചേർക്കാനും പൊരുത്തപ്പെടാനും കഴിയുമ്പോഴാണ് ജീവിതം സഫലമാകുന്നതെന്നും അമ്മ പറഞ്ഞു. ആധ്യാത്മികതയാണെങ്കിലും ഭൗതികതയാണെങ്കിലും ലോകജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശ്രുതി ചേർക്കൽ ആവശ്യമാണെന്നും അമ്മ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അമൃതശ്രീ വനിതാ സ്വയം സഹായ സംഘാംഗങ്ങൾക്കുള്ള ധനസഹായം, വസ്ത്രങ്ങൾ എന്നിവ വിതരണം ചെയ്തു. അമ്മയുടെ നേതൃത്വത്തിൽ സത്സംഗം, ധ്യാനം, ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനകൾ, ഭജന എന്നിവയും നടന്നു. തുടർന്ന് അമ്മ ഭക്തർക്ക് ദർശനം നൽകി. 2 ദിവസങ്ങളിലായി നല്ലമ്പാളയത്ത് നടന്ന ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങാനുമായി ആയിരക്കണക്കിന് പേരാണ് എത്തിയത്. അന്നദാനം ഉൾപ്പെടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി 3 ആഴ്ചയിലധികം നീണ്ടുനിന്ന യാത്രയിൽ 4 ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവങ്ങളിലും 2 പൊതുപരിപാടികളിലുമാണ് അമ്മ പങ്കെടുത്തത്. അമൃത ന്യൂസ്, കോയമ്പത്തൂർ. വ്യക്തികളുടെ ആത്മാവബോധം വർദ്ധിപ്പിക്കാനും സമതുലിതമായ ജീവിതശൈലി സ്വീകരിക്കാനും ദൈനംദിന ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനുമായി പൂനെ മാതാമൃതാനന്ദമയി മഠത്തിൽ ആത്മീയ ധ്യാന ശിബിരം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ധ്യാന ശിബിരത്തിൽ പങ്കാളികളായി. വിവിധ സ്ഥാപനങ്ങളിലെ പ്രൊഫഷണലുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പൂനെ മാതാമൃതാനന്ദമയി മഠത്തിൽ ആത്മീയ ധ്യാന ശിബിരം സംഘടിപ്പിച്ചത്. വ്യക്തികളുടെ ആത്മാവബോധം വർദ്ധിപ്പിക്കാനും സമതുലിതമായ ജീവിതശൈലി സ്വീകരിക്കാനും ദൈനംദിന ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ശിബിരം രൂപകൽപ്പന ചെയ്തത്. ഭാരതീയ നാവികസേന, NDRF, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, വിസിറ്റോൺ, കൊടിബിറ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, DY പാട്ടീൽ എഞ്ചിനീയറിംഗ് കോളേജ്, PCCOE എഞ്ചിനീയറിംഗ് കോളേജ്, മൗണ്ട്സൺ ആൻഡ് ഹൈസ്കൂൾ, അമൃത ടെക്നോളജീസ് എന്നീ സ്ഥാപനങ്ങളിലെ നേതൃസ്ഥാനം വഹിക്കുന്നവരും മുഖ്യപ്രതിനിധികളും ശിബിരത്തിൽ പങ്കെടുത്തു. സ്വാമിനി പാവനാമൃതപ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്രഹ്മചാരിണി അമൃതാത്മിക ചൈതന്യ, ബ്രഹ്മചാരിണി നിസീമ, ഡോക്ടർ പ്രിയ രാജേഷ്, ശാശ്വത് നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ധ്യാന ശിബിരം നടന്നത്. ശ്രദ്ധയും ഏകാഗ്രതയും പരിശോധിക്കാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന രസകരമായ കളികൾ, അമ്മ രൂപകൽപ്പന ചെയ്ത ഇൻ്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ പരിശീലനം, അമ്മയുടെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മിക പ്രാധാന്യവും പ്രത്യേകതയും മഹത്വവും, ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നല്ല ജീവിതശൈലിയുടെ പ്രാധാന്യം, കോടിക്കണക്കിന് മക്കളുടെ ജീവിതങ്ങളിൽ അമ്മ വരുത്തുന്ന പരിവർത്തനങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കലും, വാക്കിംഗ് മെഡിറ്റേഷൻ എന്നിവ ശിബിരത്തിൻ്റെ ഭാഗമായിരുന്നു. റിയാക്ഷൻ വേഴ്സസ് റെസ്പോൺസസ് എന്ന നാടകാവതരണവും ഏറെ ശ്രദ്ധേയമായി. വ്യക്തികളുടെ തെറ്റായ പ്രതികരണങ്ങൾ അവനവനിൽ മാത്രമല്ല മറ്റുള്ളവരിലും എന്ത് പ്രഭാവം ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും സാക്ഷിഭാവവും ആധ്യാത്മിക സാധനകളും പരിശീലിച്ച് എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെ ശരിയായ രീതിയിൽ പ്രതികരിക്കാമെന്നും ശിബിരത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. പങ്കെടുത്തവർ ശിബിരത്തെക്കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പങ്കുവച്ചത്. അമ്മ രൂപകൽപ്പന ചെയ്ത ധ്യാനം നിത്യേന ശീലിക്കാനും കൂടുതൽ ശാന്തരാകാനും ഏകാഗ്രതയോടെയും ജാഗ്രതയോടെയും ജീവിതം നയിക്കാനുമുള്ള പ്രചോദനം ശിബിരം നൽകിയതായി അവർ അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, പൂനെ. കേരളത്തിലേക്ക് എത്തുന്ന നിക്ഷേപകർക്ക് സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ IT മേഖലയിലുള്ള നിക്ഷേപങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലൊന്നാണ് IT. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ IT മേഖലയിലെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി രാജ്യത്തെ പ്രമുഖ നിക്ഷേപകർ പങ്കെടുത്ത റൗണ്ട് ടേബിൾ മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇൻവെസ്റ്റ് കേരള സമ്മേളനത്തെക്കുറിച്ച് എല്ലാ കോണുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ്. പ്രൊജക്ട് അനുമതികൾ വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കും. ധാരാളം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റുകൾ വന്നിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം പരിശോധിക്കും. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും പറ്റാത്ത സ്ഥിതിയാണുള്ളത്. നല്ല മാറ്റത്തിൻ്റെതായ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നും P. രാജീവ് വ്യക്തമാക്കി. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചറായി തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വരുന്നവരിലെല്ലാം തന്നെ നല്ല സംതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് താല്പര്യപത്രമാണ്. എന്നുവെച്ചാൽ ഒരു സംരംഭകൻ കേരളത്തിൽ ഇത്ര കോടി മുടക്കി സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ അത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ വന്നിട്ടുള്ള വിപുലമായ EOIകളെല്ലാം തന്നെ സ്ക്രീൻ ചെയ്യും. ഒരു ഫിൽറ്ററിംഗ് ഉണ്ട്. ഈ പ്രൊജക്റ്റുകളുടെ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ സെക്രട്ടറി തല കമ്മിറ്റി ഉണ്ടാവും. മാറി നിൽക്കാൻ ഇനി ആർക്കും പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു.
അതേസമയം നിക്ഷേപ സംഗമം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല UDF-ന്റെ ഭരണകാലത്ത് നിക്ഷേപ സംഗമം കൊണ്ടുവന്നപ്പോൾ LDF-ന്റെ നിലപാട് എതിരായിരുന്നു എന്നും ഭരണകാലാവധി 1 വർഷം മാത്രം ബാക്കി നിൽക്കെ വികസനം കൊണ്ടുവരുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷം പരസ്യമായും രഹസ്യമായും BJP-യുമായി ബന്ധം സ്ഥാപിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ ഒപ്പിട്ട MOUകൾ നടപ്പാക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഇതിനെ മാറ്റുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം നിക്ഷേപ സംഗമങ്ങൾ നടക്കുന്നത് ജനതാൽപര്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന ഒരു വലിയ വിമർശനം കേരളത്തിൽ ഉയരുന്നുണ്ട്. രാജ്യത്തെ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് ഒരേ മനസ്സോടെയാണ് മഹാകുംഭമേളയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്താണ്. സൗജന്യ താമസവും ഭക്ഷണവും ഒക്കെ BHP ഒരുക്കിയിട്ടുണ്ട്. പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ കുംഭമേളയുടെ ഭാഗമാകുന്നുണ്ടെന്ന് BHP ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാണ്ഡെ അമൃത വാർത്തകളോട് പറഞ്ഞു. കുംഭമേള എന്ന വിശ്വാസത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തുന്ന ഓരോ ഭക്തനും അഭയകേന്ദ്രമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഈ സംവിധാനം. 3000 പേർക്ക് ഒരേ സമയം താമസിക്കാനുള്ള സംവിധാനമാണ് BHP ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന കവാടത്തിന് സമീപത്തായി അയോധ്യയുടെ മാതൃക, ഒപ്പം ശങ്കരാചാര്യരും. ഉള്ളിൽ നിറയെ ടെന്റുകൾ, 10000 പേർക്ക് ഓരോ ദിവസവും അന്നദാനം. പുണ്യസ്നാനം തേടിയെത്തുന്ന ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ സംവിധാനവും ഇവിടെ സജ്ജമായിരുന്നു. കുംഭമേളയിലേക്ക് എത്തുന്ന സന്യാസി ശ്രേഷ്ഠർക്കും ഭക്തർക്കും ആത്മനിർവൃതിയുടെ നിമിഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞുവെന്ന് BHP ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാണ്ഡെ അമൃത വാർത്തകളോട് പറഞ്ഞു. Over 400 Karyakartas are working here. So we made arrangements for their bathing here, a holy dip in the Ganga river. Various sections of our society, they will be also coming here. So various types of programs are going on. കുംഭമേളയെ പിന്നോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരളത്തിലടക്കം നടന്നത് നമ്മൾ കണ്ടതാണ്. അതിനും BHP ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് മറുപടിയുണ്ട്. Many Karyakartas have come from Kerala here also. And for whole month people are giving seva from Kerala here also, our workers. So Kerala is participating in the Kumbh very well. And hundreds of people, they are traveling thousands of kilometers coming here for a holy dip in Ganga Nadi. So whatever people may be saying there against Hindu Dharma or against Ganga or against Kumbh, it is not affecting the devout people of Kerala. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ തന്നെയാണ് ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, പ്രയാഗ്രാജ്. കാസർഗോഡ് പറക്കളായിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നേർച്ചരൂപങ്ങളും ഭൂതാരാധനയുടെ തെളിവുകളും കണ്ടെത്തി. വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്യുമ്പോഴാണ് ലോകനിർമ്മിതങ്ങളായ പുരാവസ്തുക്കൾ ലഭിച്ചത്. പറക്കളായി വലിയടുക്കത്തെ രതി രാധാകൃഷ്ണന്റെ പറമ്പിൽ വീട് നിർമ്മാണത്തിനായി മണ്ണ് മാറ്റുമ്പോഴാണ് പന്നി, മാൻ, കോഴി, പാമ്പ്, ആട് തുടങ്ങിയ ജീവികളുടെ നേർച്ചരൂപങ്ങളും തെയ്യാരാധനയുമായി ബന്ധപ്പെടുന്ന വാൾ, കൊടിയില, തിരുമുടി രൂപങ്ങൾ, വിളക്ക്, മെതിയടി എന്നിവയും മണ്ണിനടിയിൽ നിന്ന് ലഭിച്ചത്. 16-17 നൂറ്റാണ്ടുകളിൽ ഉത്തര കേരളത്തിൽ ഭൂതാരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന നേർച്ചാ സമർപ്പണ വസ്തുക്കളുടെ ശേഷിപ്പുകളാണ് മണ്ണ് നീക്കം ചെയ്യവേ കണ്ടെത്തിയതെന്നാണ് നിഗമനം. സങ്കരലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഇവയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പ്രദേശം സന്ദർശിച്ച അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു. വളരെയധികം മനോഹരമായിട്ട് തന്നെ ഓരോ പോയിന്റ് വ്യക്തമായിട്ട് തന്നെയാണ് ഈ പ്രതിമകളിൽ കാണാൻ വേണ്ടി പറ്റുക. ഇത് ഒരു കാലഘട്ടത്തിൽ നേർച്ചരൂപങ്ങളായിട്ട് സമർപ്പിച്ചവയായിരിക്കാം. കെ നായക്കന്മാർ കാലത്തുള്ളതുപോലെ നമസ്കാരം പ്രതിമകൾ, നിരവധി പ്രതിമകളും കൂടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമസ്കാരമുദ്ര കാണിക്കുന്ന ആൾരൂപം ഇക്കേരി നായക്കന്മാരുടെ ഭരണകാലവുമായി ബന്ധമുള്ളതെന്ന് കരുതുന്നു. ജില്ലയിൽ ഇത്തരത്തിലുള്ള പുരാതന ശേഷിപ്പുകൾ മുൻപും കണ്ടെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്.
ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 242 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 6 വിക്കറ്റിന് ജയിക്കുകയായിരുന്നു. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി പ്രകടനവും ശ്രേയസ് അയ്യരുടെ അർദ്ധ സെഞ്ചുറിയും ഇന്ത്യക്ക് കരുത്തായി. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാൻ 241 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അർദ്ധ സെഞ്ചുറി നേടിയ സൗദ് ഷക്കീലിന്റെ പ്രകടനമാണ് പാകിസ്ഥാന് പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത്. ഇന്ത്യക്കായി കുൽദീപ് യാദവ് 3ഉം ഹാർദിക് പാണ്ഡ്യ 2ഉം വിക്കറ്റ് നേടി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.